നമ്മൾ തായ്ലൻഡിലോട്ട് പോകുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. നമ്മളിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിലാണ്. ഫസ്റ്റ് ഡേയിൽ ഇന്ന് നിങ്ങൾ വീഡിയോ വ്ളോഗ് ഫുള്ളായിട്ട് കാണുന്നത് പല പാർട്ടായിട്ടായിരിക്കും. നമ്മൾ 5 ദിവസത്തെ പാക്കേജ് എടുത്താണ് വരുന്നത്. പാക്കേജ് എടുക്കുന്നതാണോ ലാഭം, ഒറ്റയ്ക്ക് വരുന്നതാണോ ലാഭം, അതുപോലെ തന്നെ എങ്ങനെ തായ്ലൻഡിലോട്ട് വരാം, ഏതൊരു സാധാരണക്കാരനും വരാൻ പറ്റുമോ, തായ്ലൻഡിൽ എന്തൊക്കെ കാണാനുണ്ട്, അവിടെ എങ്ങനെയൊക്കെ ഒത്തിരി സ്കാമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാം നമുക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. അവിടുത്തെ സ്റ്റേക്ക് എന്ത് ചിലവ് വരും, ട്രാവലിന് എന്ത് ചിലവ് വരും, എങ്ങനെ ട്രാവൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 5 ദിവസത്തെ എല്ലാ കാഴ്ചകളും പോകേണ്ട സ്ഥലങ്ങളും മസ്റ്റ് വിസിറ്റ് പ്ലേസസും ഹിഡൻ പ്ലേസസ് എല്ലാം നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കും. ഒത്തിരി ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിവേ നമ്മളിപ്പം എയർപോർട്ടിലാണ്. ഫ്ലൈറ്റ് നമുക്ക് 2:30-ക്കാണ്, അതിരാവിലെ 2:30-ക്ക്. അപ്പോൾ നമ്മളവിടെ ഏകദേശം 4 മണിക്കൂർ ജേണിയാണുള്ളത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ യാത്രയിൽ പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ ഓരോ വ്ളോഗും കാണുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഉള്ള ഡീറ്റെയിൽസ് അതിൽ കിട്ടും. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലോട്ടുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഇപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് കയറാൻ പോവുകയാണ്. ഈ തായ്ലൻഡിൽ വരാൻ വേണ്ടി ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഈ വീഡിയോ കാണുന്ന ഏതൊരു സാധാരണക്കാരനും ഡെയിലി ഒരു 100 റുപ്പീസ് വെച്ച് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് തായ്ലൻഡിലോട്ട് സുഖമായിട്ട് വരാൻ പറ്റും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അത് സത്യമാണെങ്കിലും നമുക്കറിയണമല്ലോ, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് തായ് ലയൺ എയറിലാണ്. എയർ ഏഷ്യ ഫ്ലൈറ്റ് ഉണ്ട്, 2 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റുകളാണ്. നമുക്കേതായാലും ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള യാത്രയും കാര്യങ്ങളെല്ലാം കാണാം. അവിടെ ചെന്നിട്ടാണ് ഇനി അടിപൊളി വിശേഷങ്ങളുള്ളത്, എല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പം ബൈ. യെസ്, നമ്മുടെ ഗേറ്റ് നമ്പർ 2 ആണ്. സാധാരണ ഞങ്ങൾ ലാസ്റ്റേ കയറുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ആദ്യം. ഇപ്പം നോക്കി ലാസ്റ്റ് ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഫ്ലൈറ്റ് കിട്ടും, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മളിപ്പോൾ സമയം കറക്റ്റായി, നല്ല ഉറക്കക്ഷീണമാണ്. കാരണം നമ്മൾ രാത്രിയിലായിരുന്ന ഫ്ലൈറ്റ്. നമ്മളിപ്പം ഏകദേശം ഏർലി മോർണിംഗ് നമ്മളിവിടെ എത്തി. എയർപോർട്ടിൽ നമുക്ക് പ്രൈവറ്റ് കാറിലായിരുന്നു നമ്മൾ പിക്കപ്പ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാം, ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ചെയ്ത സമയത്ത് നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളാകെ പാസ്പോർട്ടും ടിക്കറ്റും കൈ വെക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു ഏജൻസി ത്രൂ വരിക, ഒറ്റയ്ക്ക് വരാതെ മാക്സിമം ഒരു ഏജൻറ്റ്, നല്ലൊരു ഏജൻറ്റ്, ഇവിടുത്തെ ഡയറക്റ്റ് ഒരു നല്ല ഏജൻസി ത്രൂ വരാൻ നോക്കുക. അതിലേതാണ് ബെസ്റ്റ് ഏജൻസി കാര്യങ്ങളെല്ലാം ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ അത് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് ഏതായാലും കിട്ടിയിരിക്കുന്ന ഏജൻസി അടിപൊളിയാണ്. നമ്മൾ കൈരളി ട്രയൽസ് എന്ന് പറയുന്ന ഏജൻസി ത്രൂ ആണ് വന്നത്. ഞങ്ങൾ കുറേ റിസർച്ച് ചെയ്തിട്ട് കുറേ ഏജൻസികളൊക്കെ കമ്പാരിസൺ നടത്തിയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഏജൻസി ഇതായിരുന്നു നമുക്ക് മനസ്സിലായത്. ഇവരുടെ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ത്രൂ ആണ് പല ഏജൻസികളും ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. സോ ഞങ്ങൾ തായ്ലൻഡ് വന്നിട്ട് ഫസ്റ്റ് ടൈം 7-Eleven കയറാൻ പോവാണ്. ഞങ്ങൾ ഒത്തിരി റീലൊക്കെ കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. എല്ലാവരും തായ്ലൻഡ് എന്ന് പറയുമ്പോഴേ 7-Eleven പറ്റി പറയും. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു സൗണ്ട് കാര്യങ്ങളെല്ലാം പറയും. അതിൽ നമ്മളിത് ഫസ്റ്റ് ടൈം കയറാൻ പോവാണ്. നമ്മൾ ഉദ്ദേശിച്ച സൗണ്ട് കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് സൗണ്ട് കിട്ടിയില്ല. നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ട്. എന്നാലും നമുക്ക് അവിടെ എത്തുമ്പോൾ ഏകദേശം 12 മണിയാകും. നമുക്ക് ലഞ്ച് കഴിക്കുന്നുള്ളൂ. ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് നോക്കുകയാണ്. കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാം. ഞങ്ങൾ ശരിക്കും ചെറിയൊരു സ്നാക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നോക്കി ഇത്രയും സാധനം ഞങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇതിൻ്റെ അത് കുറേ എണ്ണം ഫ്രീ കിട്ടിയതൊക്കെ ഉണ്ട്. കുറേ ചീറ്റോസും കേക്ക്സും. കാര്യം നിങ്ങൾ കയ്യിൽ ക്യാഷ് കൊണ്ടുപോവുക. കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 200 ബാത്തിനേലും പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് കയ്യിൽ ക്യാഷ് കൊണ്ടുവന്നാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും വരുന്നുണ്ട് ആപത്തും പറ്റാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ എല്ലാം കാണുക. നമ്മൾ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്താണ്. നമ്മളിപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറേ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം മാത്രമാണിത്.
ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ വന്ന് സ്കാം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടു. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒത്തിരി പൈസ അവർ എക്സ്ട്രാ വാങ്ങിക്കുന്നതായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ലോക്കൽ ഏജൻറ്റ് വഴി മാക്സിമം വരാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എങ്ങനെ ചീപ്പായിട്ട് ടിക്കറ്റ്, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ടിക്കറ്റൊക്കെ. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാന്നുള്ളത് ഇപ്പോൾ നല്ല വെയിലാണ്, ശരിക്കും വൈകുന്നേരം ഇവിടെ വരേണ്ടത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചു തരാം. ഇത് മാൻമെയ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഓരോ വള്ളത്തേലും ഓരോ സാധനങ്ങൾ വിൽക്കുന്നൊരു പരിപാടി. ഒത്തിരി ദൂരം പോകാനുണ്ട്, ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിച്ചെന്നുള്ളൂ. നമ്മുടെ എൻട്രൻസ് അതാണ്. ഏതായാലും നമുക്ക് പോകവേ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് ഇതേ എൻട്രി ചെയ്തു. നിങ്ങളുടെ കാണാൻ പറ്റും കുറേ ബോട്ടുകൾ പോകുന്നതായിട്ട്. ഇവിടെ കുറേ ഷോപ്പിംഗ്. നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് കണ്ടോ? ഈ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ഒരു ക്ലോത്ത്. ഇത് ഇവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, നിങ്ങൾക്ക് പുറത്ത് റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നാലേ ഉള്ളൂ തായ്ലൻഡിൽ അന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഉണ്ടാകും ഈ ഒരു മോഡൽ ഓഫ് ഡ്രസ്സസ് ഇവിടെ മിക്ക ആൾക്കാർ കുറച്ചുകൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഒരു യൂണിഫോം പോലെ തോന്നും. പലരും ഇതേ ഡിസൈനിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട്. ഫോട്ടോ സ്പോട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതായിരിക്കും. ഏതായാലും നിങ്ങൾ ഫുൾ ഞാൻ റൗണ്ടിൽ ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ചെരുപ്പുണ്ടോ? ഇവിടുത്തെ ഒരു മോഡൽ ചെരുപ്പാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലത്തെ രസകരമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. എനിക്ക് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് ഇവിടുത്തെ സ്മൂത്തീസ്, ഫ്രൂട്ട് സ്മൂത്തീസ്. ഇപ്പോൾ മാംഗോയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളി സ്മൂത്തീസ് ഇവിടെ കിട്ടും. ഇവരുടെ മെയിൻ ഐറ്റമാണ് മാംഗോ. മാംഗോ കൊണ്ട് ഇവർ ഉണ്ടാക്കാത്ത ഒരു സാധനം പോലും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെയുള്ള എല്ലാ സാധനവും ഒരു മാംഗോ കൊണ്ട് റീക്രിയേറ്റ്. മാംഗോ സ്റ്റിക്ക് റൈസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകം. ശരിക്കും പറഞ്ഞാൽ വേറൊരു മോഡലാണ് പട്ടായയിലെ. ഒത്തിരി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, പല രീതി ചെയ്യുന്നത്. പല രീതിയിലാണ് ഈ പട്ടായയിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ കുറേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. നോർമലി എങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതുണ്ട് ബോട്ട്. ഇതുപോലെ നമ്മൾ വരും, നമ്മുടെ ബോട്ട്, നമ്മൾ ഇതുപോലെ പാസഞ്ചേഴ്സ് ബോട്ടിലിരിക്കും. ഇത് കൂടാതെ കച്ചവടക്കാർ അവരുടെ ബോട്ടിലും സാധനങ്ങളെല്ലാം വിൽക്കും. അതാണ് ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇത് വേറെ ടൈപ്പ് ഓഫ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇനി അങ്ങനത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഞാൻ അങ്ങനെയാണ് ഗൂഗിളിൽ കണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പുകളെല്ലാം ഇതിൻ്റെ മേളിലായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇതുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്.